ചങ്ങായിസ് നമുക്കിതിന് അടിപൊളിയായിട്ട് ഒരു പരിപ്പ് പുലർത്തിയ റെസിപ്പി നോക്കിയാലോ. ചോറിനൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടാണ് കേട്ടോ. ആവശ്യത്തിനുള്ള പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്ത് മാറ്റി വെക്കാം. മിക്സഡ് ജാറിലേക്ക് കുറച്ച് വറ്റൽ മുളകും അതുപോലെ തന്നെ ഒരു സവോളയുടെ അര സവോള ഇല്ലെങ്കിൽ കുറച്ച് കൊച്ചുള്ളി ആണെങ്കിലും മതി കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി മാറ്റി വെക്കാം. ഇപ്പം നന്നായിട്ട് നമ്മുടെ കുക്കറിൽ പരിപ്പ് വന്നിട്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഒരു കടായിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മിക്സഡ് ജാറിലേക്ക് ഐറ്റംസ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കാവുന്നതാണ് കേട്ടോ. ലാസ്റ്റായിട്ട് ആവശ്യമെങ്കിൽ നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി പരിപ്പ് പുലർത്തി തയ്യാറാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.